ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. മോദി മെലോണിക്ക് മെലഡി മിഠായി സമ്മാനിക്കുന്ന വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ജനങ്ങളോട് അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്, പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കണം, അനാവശ്യമായ ഫോറിൻ യാത്രകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ നരേന്ദ്രമോദി തൊട്ടടുത്ത ദിവസം തന്നെ ഇറ്റലിയിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. രാജ്യത്ത് പെട്രോൾ കമ്മിയാണ്, ഗ്യാസ് കമ്മിയാണ്, ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്നു, ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെലോണിയോടൊപ്പം മെലഡി മിഠായി കഴിച്ച് റീൽസ് എടുക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഗാന്ധിയുടെ ഈ ആരോപണം ശരിയാണോ? നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അനാവശ്യമായ യാത്രയാണോ? നരേന്ദ്രമോദിയുടെയും മെലോണിയുടെയും കൂടിക്കാഴ്ചയുടെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ ഇറ്റലി ബന്ധം ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി മെലോണി പറഞ്ഞു. പ്രതിരോധം, ഊർജം, വ്യാപാരം, നിക്ഷേപം, AI ആൻഡ് ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. നിലവിൽ ഇന്ത്യ ഇറ്റലി തമ്മിലുള്ള വാർഷിക വ്യാപാരം ഏകദേശം 14 ബില്യൺ യൂറോ ആണ്. 2029 ഇത് 20 ബില്യൺ യൂറോ ആക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുന്നതോടുകൂടി ഇന്ത്യൻ നിർമ്മിത വാഹന ഭാഗങ്ങൾ, വസ്ത്രങ്ങൾ, ഫാർമ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി വർദ്ധിക്കും. ഇത് രാജ്യത്തിന് ഗുണകരമാണ്. ഇറ്റാലിയൻ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറി, ടെക് പ്രൊജക്ടുകൾ എന്നിവ തുടങ്ങുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ്, IT, എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി അവസരങ്ങൾ വർദ്ധിപ്പിക്കും. ഇന്ത്യയിൽ ജോലി അവസരങ്ങൾ കൂടുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇറ്റലിയിലും കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നഴ്സുമാർ, ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ് തുടങ്ങിയ സ്കിൽഡ് വർക്കേഴ്സ് ഇവർക്കെല്ലാം ഇത് ഗുണകരമാവും. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ റോ മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് പാർട്സ് തുടങ്ങിയവയ്ക്ക് വേണ്ടി കൂടുതലായി ആശ്രയിക്കുന്നത് ചൈനയെയാണ്. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഗുണകരമാവില്ലെന്ന തിരിച്ചറിവ് കോവിഡ് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാൻ യൂറോപ്പിനെ പ്രേരിപ്പിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാണ്. അതുകൂടാതെ IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പദ്ധതിയിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നത്. ഇത് നടപ്പിലാക്കുക വഴി ഭാവിയിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് ആവാൻ സാധ്യതയുണ്ട്. പ്രതിരോധ മേഖലയിലുള്ള സഹകരണം വഴി യൂറോപ്യൻ ഡിഫൻസ് ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കാൻ സഹായിക്കും. വിവിധ മേഖലയിലുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഗുണകരമാവുമോ? അതോ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇത് വെറും ഒരു അനാവശ്യ യാത്രയാണോ?